സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനം എടുക്കാമോ? ഒന്നാം സങ്കീർത്തനം എടുക്കാമോ? എളുപ്പമുള്ള സങ്കീർത്തനം. ദുഷ്ടന്റെ ഉപദേശം സ്വീകരിക്കാതെയും പാപികളുടെ വഴിയിൽ ഇരിക്കാതെയും അതായത് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഇനി എൻ്റെ കയ്യിൽ മറ്റൊരു ബൈബിളും കൂടെ ഉണ്ട്. ഇത് നമ്മുടെ പുതിയ ബൈബിൾ, അതായത് പഴയ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബൈബിളില്ലയോ, ഈ ബൈബിളിൽ നിന്ന് ചില വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വ്യത്യാസപ്പെടുത്തി പുതിയൊരു പരിഭാഷ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? ആ ബൈബിളിലെ സങ്കീർത്തനം 1 എങ്ങനെയാ പറയുന്നതെന്ന് അറിയാമോ? അതായത് നിങ്ങളുടെ ബൈബിളിൽ ഒന്നാം സങ്കീർത്തനം തുടങ്ങുന്നത് എങ്ങനെയാ? ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുക മതി. ഇനി പുതിയ ബൈബിളിൽ തുടങ്ങുന്ന എങ്ങനെ അറിയാമോ? അനുഗ്രഹീതനത്രേ ഇവൻ, ദുഷ്ടരുടെ ഉപദേശത്തിൽ നടക്കാത്തവനും പാപികളുടെ വഴിയിൽ നിൽക്കാത്തവനും പരിഹാസകരുടെ പീഠത്തിൽ ഇരിക്കാത്തവനും. മനസ്സിലായോ? അപ്പോ ഇതിനകത്ത് പറയുന്നത് എന്താ? ഭാഗ്യവാൻ. പുതിയ ബൈബിളിൽ പറയുന്നത് എന്താ? അനുഗ്രഹീതൻ. മനസ്സിലായോ? അതായത് കർത്താവ് നിന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? അനുഗ്രഹം, ഭാഗ്യമല്ല. മനസ്സിലായോ? ഒരു പഴയ ബൈബിളിൽ ഭാഗ്യം എന്നായിരുന്നു. പക്ഷേ പിന്നീട് ബൈബിൾ പണ്ഡിതന്മാര് ചിന്തിച്ചു, ഇങ്ങനെ അവരുടെ പ്രാർത്ഥനയിലൂടെ ചിന്തയിലൂടെ വന്നൊരു കാര്യം എന്താണെന്നറിയാമോ? അത് ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് ഭാഗ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഭാഗ്യം ലഭിക്കാൻ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കണമെന്നില്ല. മനസ്സിലായോ? രക്ഷപ്പെട്ടില്ലേ? ഭാഗ്യം കിട്ടാൻ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു ലോട്ടറി എടുത്തു, എനിക്ക് ലോട്ടറി 1ാം സമ്മാനം അടിക്കാൻ ഞാൻ ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കേണ്ട. നിങ്ങൾ ശ്രദ്ധിക്കണേ കേട്ടോ, ദൈവത്തിൽ വിശ്വസിക്കേണ്ട. അത് എനിക്ക് കിട്ടുന്നതാണ്, കിട്ടും. അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി പഠിക്കുന്ന മക്കളെ, നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാൻ നിങ്ങൾ ഓരോ ദൈവത്തെയും പ്രാർത്ഥിക്കണ്ട. ഇത് നേരത്തെ പറയണ്ടായിരുന്നു അച്ഛാ. നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ദൈവമേ, ഉതപ്പാവല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കണേ, അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് സ്കൂളിൽ എപ്പോഴും സ്കൂൾ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി, കണ്ടോ, കറണ്ട് വരാൻ നമ്മൾ പ്രാർത്ഥിച്ചോ? ഞാൻ പ്രാർത്ഥിച്ചില്ല. സ്കൂളിൽ എല്ലാ വർഷവും സ്കൂൾ ടോപ്പിൽ നിൽക്കുന്ന ഒരു കുട്ടി, പരീക്ഷയ്ക്ക് നിൽക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് 10ാം ക്ലാസ്സിലും സ്കൂൾ ടോപ്പ് ആവില്ലേ? ആവും. അതിനാ കുട്ടി ഒരു നോവേനയും ചൊല്ലണ്ട, ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കണ്ട. മനസ്സിലായോ? കാരണം എന്താ? എൻ്റെ മക്കളെ, ആ കൊച്ചിന് കഴിവുണ്ട്, പഠിക്കാൻ കഴിവുണ്ട്. ഇനി ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ 4ാമത്തെ വർഷത്തിലേക്ക് പൗരോഹിത്യം സ്വീകരിച്ച് 4ാം വർഷമായി. ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ചൊല്ലിയിട്ട് എഴുതി വെക്കും, എത്ര കുർബാന ചൊല്ലി എന്നുള്ളത് എഴുതി വെക്കും. ഇന്നത്തെ കുർബാന, ഇന്ന് ഞാൻ 2 കുർബാന ചൊല്ലി, നരിക്കൽ പള്ളിയിൽ കുർബാന രാവിലെ ചൊല്ലി, അത് കഴിഞ്ഞൂടെ ഇന്ന് 2 കുർബാന ചൊല്ലി. ഞാൻ ഈ ഇന്നത്തെ ദിവസം വരെ ഞാൻ ചൊല്ലിയ കുർബാനകളുടെ എണ്ണം 1854 കുർബാന ഞാൻ ഈ 4 വർഷം ഈ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ചൊല്ലിയിട്ടുണ്ട്. 1854 കുർബാന ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ എത്ര കുർബാന ചൊല്ലി കാണും ഇല്ലേ? എന്നെക്കാളും കുർബാന ചൊല്ലിയവരുണ്ട് ഇതിനകത്ത്. അതായത് നമ്മളെല്ലാവരും കുർബാന ചൊല്ലുന്നുണ്ട്. അച്ഛൻ മാത്രമല്ല കുർബാന ചൊല്ലുന്നത്, നിങ്ങളും കുർബാന ചൊല്ലുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്നെക്കാളും കുർബാന ചൊല്ലുവരോ നിങ്ങളൊക്കെ ഒരു 3000-4000 കുർബാനെങ്കിലും ആയിക്കാണ് നിങ്ങൾ. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും കുർബാന ചൊല്ലിയ എനിക്ക് ഇനി ഒരു കുർബാന ചൊല്ലാൻ ഈ കുർബാന പുസ്തകം വേണോ? പറ, വേണോ? വേണ്ട. ഏഞ്ചലിനറിയാം വേണ്ടെന്ന് ഇല്ലേ? എന്നാൽ എൻ്റെ മക്കളെ ശ്രദ്ധിക്കണേ, കുർബാന ചൊല്ലി പഴക്കം വന്ന എന്നെ സംബന്ധിച്ച് ഓരോ പ്രാർത്ഥനയും കാണാപ്പാടമാണ്. എനിക്ക് കാണാതെ വേണേ കുർബാന ചൊല്ലാം. എന്നാൽ ദൈവാനുഭവം വേണമെങ്കിൽ, മനസ്സിലായോ? ദൈവാനുഭവം വേണമെങ്കിൽ എൻ്റെ അറിവ് മതിയോ? മനസ്സിലായോ? പോരാ. പിന്നെന്ത് വേണം? ദൈവാനുഭവം വേണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം.
മനസ്സിലായോ? ഞാനീ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അതായത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എപ്പോഴും ടോപ്പ് റാങ്കിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ ഒരു പ്രയാസവും. പഠിക്കാൻ പറ്റും, പഠിച്ചാൽ മനസ്സിലാവും, ഇല്ലേ? മനസ്സിലാവും. പക്ഷേ പഠിക്കാൻ ഒരു കഴിവില്ലാത്തൊരു കുട്ടി, ഒരു കഴിവില്ല, എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയും പോകുന്നു. മനസ്സിലായോ? അങ്ങനെ പോകുന്ന ഒരു കുട്ടിക്ക് ജയിക്കണമെങ്കിൽ എന്തു വേണം? ദൈവ അനുഭവം വേണം. ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് എൻ്റെ കഴിവ് കൊണ്ട് ഒരു കാര്യം ചെയ്യുന്നതിന് എനിക്ക് ഒരു ദൈവത്തെയും വിളിക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞു വന്നേ. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, മനസ്സിലായോ? എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, അതെന്റെ കഴിവാ. പക്ഷെ ഞാൻ ഓടിക്കുന്ന വാഹനം അപകടത്തിൽ പെടാതിരിക്കണമെങ്കിൽ ആരെന്റെ കൂടെ വേണം? തമ്പുരാൻ എൻ്റെ കൂടെ വേണം. ഇപ്പൊ മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? ഇത് എനിക്കേ പ്രയാസമായിരുന്നു മനസ്സിലാക്കിയെടുക്കാൻ കേട്ടോ. അതായത് നിങ്ങൾ ഇത്ര കേട്ടോ, ദൈവാനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ, ഞാൻ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞുതരാം, അപ്പം കുറച്ചുകൂടെ വ്യക്തമാവും. ദൈവ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ വലിയ, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ കാര്യങ്ങൾ സംഭവിക്കും എന്നതിനൊരു വചനഭാഗമുണ്ട്. അത് മർക്കോസ് 16 ഒന്നെടുക്കാമോ? മർക്കോസ് 16 ഒന്നെടുക്കാമോ? മർക്കോസ് 16 17 മുതൽ എടുക്കുക. മർക്കോസ് 16 17 മുതൽ. ഇത് കുറച്ച് നീണ്ടു പോകുന്നുണ്ട്, മടുത്തോ? മർക്കോസ് 16 17 മുതൽ. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഇത് ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം? അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന അടയാളങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, അവർ എന്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കുക. ഒന്ന്. ഇനി രണ്ടാമത്, പുതിയ ഭാഷകൾ സംസാരിക്കും. രണ്ട്. മൂന്നാമത്, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മൂന്ന്. നാലാമത്, മാരകമായി എന്തു കുടിച്ചാലും അതവർ ഉപദ്രവിക്കുകയില്ല. അഞ്ചാമത്, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, 5 ഉള്ളൂ. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ദൈവാനുഭവം ലഭിച്ച ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വലിയ അടയാളങ്ങൾ, അതേ നേരത്തെ പറഞ്ഞ വലിയ സംഭവങ്ങൾ എന്തൊക്കെയാ? അതാണ് ഈ പറയുന്നത്. ഒന്നെന്താ? പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അതവർ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കും. ഇതിൽ 5 എണ്ണത്തിൽ 3 സാധാരണ നമുക്ക് അറിയാതെ, സാധാരണ എപ്പം വേണമെങ്കിലും സംഭവിക്കാം. 2 നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ളത്. ഏതൊക്കെയാ? മനസ്സിലായോ? 3 നോർമൽ, ആർക്ക് എപ്പം വേണമെങ്കിലും സംഭവിക്കാന്ന് നമ്മളെപ്പോഴും കാണുന്നതാ. പക്ഷെ 2 അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ 5 സംഭവത്തിൽ ഏതൊക്കെയാ? സർപ്പങ്ങളെ കയ്യിലെടുക്കും, രോഗികളുടെ മേലോ മാരകമായി എന്തു കുടിച്ചാലും അത് ഉപദ്രവിക്കുകയില്ല. സത്യം, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മളൊക്കെ യേശുവിൽ വിശ്വസിക്കുന്നവരാ, ഇല്ലേ? നമ്മുടെ ഉമ്മച്ചാൻ ഭയങ്കര പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ, ഞാൻ കുറ്റം പറയില്ല. ഉമ്മച്ചാൻ ഭയങ്കര പ്രാർത്ഥനയായിട്ട് കിടക്കുക. അപ്പോഴാണ് വീട്ടിന് മുമ്പിൽ ഒരു സർപ്പം. സോഫി പറഞ്ഞു, അച്ഛാ അങ്ങോട്ട് പോകരുത്, നീ പോടി, ഞാൻ പ്രാർത്ഥിക്കുന്നവനാ, എനിക്ക് ദൈവത്തിൽ നല്ല വിശ്വാസം എന്ന് പറഞ്ഞ് ഓടിപ്പോയി സർപ്പത്തെ എടുത്തു. സർപ്പം ഉമ്മച്ചനെ നോക്കിയിട്ട്, പ്രാർത്ഥിക്കുന്നവനാ, പോട്ടെ എന്ന് പറഞ്ഞ് പോവോ? ഇല്ല, കൊത്തും. ഇല്ലേ? സോഫി രാത്രി സ്വപ്നമൊന്നും കാണില്ല കേട്ടോ, ഇല്ലേ? കൊത്തതില്ലേ? അപ്പൊ പ്രാർത്ഥിക്കുന്നു പറഞ്ഞതോ? ഇനി മാരകമായി എന്ത് കുടിച്ചാലും, ഞാനൊരു അച്ഛനാ, ഓക്കെ, ഒരു ഗ്ലാസ് വിഷം ഇരിക്കുന്നു, ഞാൻ അച്ഛനാ, ഒന്നും സംഭവിക്കും, ഞാൻ കുർബാന ഇല്ലെന്ന്, ഒന്നും സംഭവിക്കുന്നത്, എടുത്തും കുടിച്ചു, പച്ചവെള്ളം കുടിക്കുന്ന പോലെ, മാംഗോ ജ്യൂസ് കുടിക്കുന്ന പോലെയും കുടിച്ച്, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? പിന്നെ അടുത്ത ദിവസം നിങ്ങളെല്ലാവരും മണ്ണൂർ എൻ്റെ ഇടവക വരും, എൻ്റെ അടക്കിന്. അപ്പോൾ പിന്നെ ഇതെന്ത് എഴുതിയിരിക്കുന്നേ? ഈ ബൈബിൾ മുഴുവൻ തെറ്റാണല്ലോ കർത്താവേ. അല്ല, ഇതെന്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? എന്തുവാ? നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. അപ്പോൾ ഉണ്ടല്ലോ, ചിന്തിച്ചുകൊണ്ട് നമ്മൾ റോഡിൽ കൂടെ വെറുതെ നടന്നാണ്ടല്ലോ, ഇതിൻ്റെ അർത്ഥം കർത്താവ് തന്നെ പറഞ്ഞു തരും. മനസ്സിലായോ? അതായത് ഇത്രയേ ഉള്ളൂ. നീ സർപ്പത്തെ പിടിച്ചെന്ന് പറഞ്ഞ് സർപ്പം കൊത്തു, അങ്ങനെയൊന്നുമല്ല. നിന്റെ ജീവിതത്തിൽ നീ പോലും വിചാരിക്കാത്ത വലിയ കാര്യങ്ങൾ നടക്കും. അതാണ് സംഭവം. ഈശോ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ,
മനസ്സിലായി? എമ്മാനുവേൽ, ദൈവം നമ്മുടെ കൂടെ, അവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ പ്രതീക്ഷിക്കാത്ത വലിയ ഉയരങ്ങളിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം.